നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കാനുള്ള കീർ സ്റ്റാർമറുടെ ശ്രമം തിരിച്ചടിക്കുന്നു. മേയർ ആൻഡി ബെൻഹാമിനെ MP ആയി മത്സരിപ്പിക്കുന്നതിൽ നിന്നും വിലക്കിയത് കീർ സ്റ്റാർമറുടെ കസേര സംരക്ഷിക്കാൻ. അവസരം മുതലാക്കി ആഞ്ചല റെയ്നർ നേതൃത്വം പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് സൂചന. ബെൻഹാമിനെ തടഞ്ഞതോടെ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ ലേബർ. പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാക്കിയത് ബെൻഹാമിന്റെ വരവ് സ്റ്റാർമർ തടഞ്ഞത്. പുതിയ വൈറസ് വ്യാപനത്തിൽ ആശങ്കയോടെ ലോകാരോഗ്യ രംഗം. രോഗം പിടിപെട്ട 2/3 പേരും മരിക്കാൻ ഇടയാക്കും. നിപ്പ വൈറസ് ബാധ ആരംഭിക്കുന്നത് സാധാരണ ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളോടെ. പുതിയ വൈറസ് വ്യാപനം മസ്തിഷ്ക വീക്കത്തിനും കാരണം. രോഗവ്യാപനമുള്ളിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പുമായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. ലേബർ പാർട്ടി തകർന്നടിയുമെന്ന് മുന്നറിയിപ്പ്. ലേബർ പാർട്ടി തകർന്നടിയുന്നതിന് കാരണം ഹൈ സ്ട്രീറ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യക്ഷമമായി പരിഹരിക്കാത്തത്. ഒറിജിനൽ ഫാക്ടറി ഷോപ്പ്, ഫാഷൻ ബ്രാൻഡായ LK ബെന്നറ്റ്, ജ്വല്ലറി വ്യാപാരികളായ ക്ലയേഴ്സ്, ആക്സസറീസ് എന്നിവ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. പുതിയതായി തൊഴിൽ നഷ്ടപ്പെടുന്നത് 2460 പേർക്ക്. ഹൈസ്ട്രീറ്റിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന വികാരം പൊതുജനങ്ങൾക്ക് റീഫോം UKക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനമാകുമെന്നും സൂചന. മിഡിൽ ഈസ്റ്റിലെ വ്യോമസേനാഭ്യാസവുമായി അമേരിക്ക. വ്യോമസേനാഭ്യാസം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അഭ്യാസം മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധവിമാന ശക്തി വിന്യസിക്കാനും വ്യാപിപ്പിക്കാനും നിലനിർത്താനും കഴിയുന്ന അമേരിക്കയുടെ ശേഷി തെളിയിക്കുന്നതായിരിക്കുമെന്ന് US സെൻട്രൽ കമാൻഡിന്റെ വ്യോമസേനാ വിഭാഗം. അമേരിക്കൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസയുടെ ഔദ്യോഗിക സർക്കാർ രേഖകൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്ത നടപടി വിവാദത്തിൽ. സ്വകാര്യ രേഖകൾ AI പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് സിസയുടെ താൽക്കാലിക മേധാവി ഇന്ത്യൻ വംശജനായ മധു ഗോട്ടുമുക്കല. സംഭവം സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് US സുരക്ഷാ ഏജൻസികൾ. ChatGPTയിൽ നൽകുന്ന വിവരങ്ങൾ മറ്റു ഉപഭോക്താക്കൾക്ക് മറുപടി നൽകുന്നതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്ക. മൂന്നാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2025-26 സാമ്പത്തിക വർഷത്തിലെ രാജ്യം 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ടിൽ വിവരം. ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത് ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ. അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. തൊഴിലുറപ്പ് പദ്ധതി പഴയത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ DGCA അന്വേഷണം പുരോഗമിക്കുന്നു. അപകടത്തെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിലെ ATC പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഏറ്റെടുത്ത് വ്യോമസേന. അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബാരാമതിയിൽ നടന്നു. രാവിലെ 7 മണിയോടെ കത്തേവാടിയിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം വിദ്യാപ്രതിഷ്ഠാൻ കോളേജിലെത്തിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി. ബാരാമതിയിലെ അപകട സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്ര അവഗണനകൾക്കിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക ചെലവഴിക്കുന്ന രീതിയിൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം നടത്തി മന്ത്രി. DA കുടിശ്ശിക 3 മാസത്തിനകം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി. ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും മുന്നറിയിപ്പ്. അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറും ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും വാദം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കാനുള്ള കീർ സ്റ്റാർമറുടെ ശ്രമം തിരിച്ചടിക്കുന്നു. മേയർ ആൻഡി ബെൻഹാമിനെ MP ആയി മത്സരിക്കുന്നതിൽ നിന്നും വിലക്കി തന്റെ കസേര സുരക്ഷിതമാക്കാനുള്ള കീർ സ്റ്റാർമറുടെ ശ്രമം വിമതരുടെ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അവസരം മുതലാക്കി ആഞ്ചല റെയ്നർ നേതൃത്വം പിടിക്കാനുള്ള ശ്രമം തുടങ്ങി എന്നാണ് സൂചന. പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കോമൺസിലേക്ക് മത്സരിക്കുന്നതിനുള്ള തന്റെ അപേക്ഷ തള്ളിയെന്ന വാദം ശരിയല്ല എന്നാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ അവകാശപ്പെടുന്നത്. ഇതിനോടൊപ്പം ഗോഡ്സൺ ആൻഡ് ഡെന്റൽ സ്ഥാനാർത്ഥിയാകാനായി ബെൻഹാം ഔദ്യോഗികമായി അപേക്ഷ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഡൌണിംഗ് സ്ട്രീറ്റ് സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത്. തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങാൻ 50-ലേറെ MPമാർ ആവശ്യപ്പെട്ടെങ്കിലും കീർ സ്റ്റാർമർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ യൂണിയനുകൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പാർട്ടി ചുമതലയുള്ളവർക്കൊപ്പം തങ്ങളെ കൂടി മുക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് യൂണിയന്റെ പുതിയ നേതാവ് ആൻഡ്രിയ ഈഗൻ പറഞ്ഞു. ആഞ്ചല റെയ്നർ അവസരം മുതലാക്കി നേതൃത്വം പിടിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് സൂചന. ഫെബ്രുവരി 26-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ പാർട്ടിയെ പടലപ്പിണക്കം ഗോഡ്സൺ ആൻഡ് ഡെന്റൽ സീറ്റ് നഷ്ടമാകുന്നതിൽ കലാശിക്കുമെന്നാണ് മുന്നറിയിപ്പ്. റീഫോമും ഗ്രീൻസും ഈ അവസരം ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബെൻഹാമിനെ തടഞ്ഞതോടെ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ലേബർ. സ്റ്റാർമറുടെ ജനപ്രീതി കുറയുന്ന സാഹചര്യത്തിൽ ലേബർ പാർട്ടിയും ജനങ്ങളുടെ അതൃപ്തിക്ക് പാത്രമായിരിക്കുകയാണ്. ഇതിനിടെ മികച്ച നേതൃത്വം പാർട്ടിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്.
അതിനിടെയാണ് മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാം എംപിയാകാൻ നീക്കം നടത്തിയത്. പാർട്ടിയിൽ മികച്ച അഭിപ്രായമുള്ള നേതാവാണ് ബെൻഹാം. എന്നാൽ ഇതിന് തടയിടുകയായിരുന്നു കീർ സ്റ്റാർമർ. ആൻഡി ബെൻഹാമിനെ മാഞ്ചസ്റ്റർ മേയർ പദവി രാജിവെക്കാൻ പാർട്ടി കമ്മിറ്റി അനുമതി നിഷേധിച്ചു. വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് എംപിയായി മടങ്ങിയെത്തിയാൽ ബെൻഹാം തനിക്ക് പാരയാകുമെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് അദ്ദേഹത്തിന് മേയർ പദവി രാജിവെക്കാൻ അനുമതി നിഷേധിച്ചത്. 45 മിനിറ്റ് കൊണ്ട് 1-8 വോട്ടിന് കമ്മിറ്റി ആവശ്യം നിഷേധിച്ചു. പുതിയ മേയറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിവരുന്ന കൂടിയ ചെലവ് ഉയർത്തിക്കാണിച്ചാണ് നടപടി. പ്രധാനമന്ത്രിയും എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ പാർട്ടി ഡെപ്യൂട്ടി നേതാവ് ലൂസി പവൽ മാത്രമാണ് അനുകൂലിച്ചത്. ഗോഡ്സൺ ആൻഡ് ഡെന്റൽ സീറ്റിൽ മത്സരിക്കാൻ ബെൻഹാമിന് വഴിയൊരുക്കിയാൽ സ്റ്റാർമർക്ക് നേതൃപോരാട്ടത്തിനും തയ്യാറാകേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ വരവ് സ്റ്റാർമർ തടഞ്ഞത് പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാക്കി. മെയിലെ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ ലേബർ തിരിച്ചടി ഏറ്റുവാങ്ങിയാൽ സ്റ്റാർമർക്ക് പടിയിറങ്ങേണ്ടി വരും. മസ്തിഷ്ക വീക്കത്തിന് കാരണമാകുന്ന പുതിയ വൈറസ് വ്യാപനത്തെ ലോകാരോഗ്യ രംഗം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. സാധാരണ ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്ന നിപ്പ വൈറസ് ബാധ രോഗം പിടിപെട്ട 2/3 പേരും മരിക്കാൻ ഇടയാക്കും എന്നതാണ് ഇതിന് പ്രധാന കാരണം. പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ്പ മറ്റൊരു കോവിഡായി മാറി ലോകത്തിന്റെ ഉറക്കം കെടുത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. രോഗവ്യാപനമുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പുമായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട്. നിപ്പ ബാധിച്ചവരിൽ 40 മുതൽ 70% വരെ മരണത്തിന് കീഴടങ്ങുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം രോഗമുക്തി നേടിയാലും മാംസപേശികൾ കോച്ചി വലിക്കുക തുടങ്ങിയ പല സ്ഥിര വൈകല്യങ്ങൾക്കും ഈ രോഗം കാരണമായേക്കാം എന്ന മുന്നറിയിപ്പ് വിദഗ്ധർ നൽകുന്നുണ്ട്. 5 പേരിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് പശ്ചിമ ബംഗാൾ എന്നുള്ള ആദ്യ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നതെങ്കിലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം 2 പേരിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചത്. സമൂഹത്തിലെ അപകടകാരിയായ വൈറസ് വ്യാപകമായതിന് ഇനിയും തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും 1-2 കേസുകൾ കണ്ടെത്തിയതിനു തന്നെ ആശങ്കകൾക്ക് കാരണമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫലവത്താണെന്ന് സംശയഹിതമായി തെളിയിക്കപ്പെട്ട ഒരു ചികിത്സ നിപ്പയെ ചെറുക്കാൻ ഇതുവരെ ഇല്ല എന്നതാണ് ആശങ്കയ്ക്ക് ഏറ്റവും വലിയ കാരണം. മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ അംഗീകൃതമായ ഒരു വാക്സിനും ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനായി പരിശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല. പശ്ചിമ ബംഗാളിൽ 2 പേരിൽ നിപ്പയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട 200ഓളം പേരെ ക്വാറന്റൈന് വിധേയമാക്കിയിരിക്കുകയാണ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരിൽ നിപ്പയുടെ സാന്നിധ്യമില്ല എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. പരിഭ്രാന്തരാകാതെ നിപ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് UAE നൽകുന്ന നിർദ്ദേശം. ഇതുവരെ 2 പേരിൽ മാത്രമേ അത്യന്തം അപകടകാരിയായ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വൈറസ് ബാധയ്ക്കെതിരെ എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്നും UAE ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. സാധാരണയായി ഒരു വൈറൽ പനി പോലെയായിരിക്കും നിപ്പ ആരംഭിക്കുക. തലവേദന, കടുത്ത ക്ഷീണം, ശരീരവേദന എന്നിവയും അനുഭവപ്പെടാം. ചിലർക്ക് ചുമയും ശ്വാസോച്ഛ്വാസത്തിൽ വിഷമവും നേരിട്ടേക്കാം. ഇത് മറ്റു പല അണുബാധകൾക്കും ഉള്ള ലക്ഷണം കൂടിയായതിനാൽ ഇവ കണ്ടാൽ നിപ്പയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ആശങ്കപ്പെടേണ്ട. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നതാണ് അപകടം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല നടപടി. ഹൈസ്ട്രീറ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യക്ഷമമായി പരിഹരിച്ചില്ല എങ്കിൽ ലേബർ പാർട്ടി ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയിൽ തകർന്നടിയുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കടകളിൽ നടക്കുന്ന കൊള്ളകളും അതുപോലെ പല ഷോപ്പുകളും അടച്ചുപൂട്ടുന്നതും രാജ്യത്തിന്റെ പല ഭാഗങ്ങളും അവഗണിക്കപ്പെട്ടിരിക്കുകയാണെന്ന തോന്നൽ ജനങ്ങളിൽ ശക്തമാക്കുകയാണെന്നാണ് അവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിലെ ഗവേഷകരായിരുന്നു ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. ഒറിജിനൽ ഫാക്ടറി ഷോപ്പ്, ഫാഷൻ ബ്രാൻഡായ LK ബെന്നറ്റ്, ജ്വല്ലറി വ്യാപാരിയായ ക്ലേസ് ആക്സസറീസ് എന്നിവ അടച്ചുപൂട്ടലിൽ എത്തി നിൽക്കുമ്പോൾ 2460 പേർക്ക് കൂടി പുതിയതായി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഏപ്രിൽ മുതൽ പല ചില്ലറ വ്യാപാരികളും റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും അധിക തുക ബിസിനസ് റേറ്റായി നൽകേണ്ടി വരുന്ന റേച്ചൽ റീവ്സിന്റെ നടപടികളോട് കടുത്ത അമർഷമാണ് ഹൈസ്ട്രീറ്റ് വ്യാപാര സമൂഹത്തിൽ പൊതുവെയുള്ളത്. പല ബിസിനസ് സ്ഥാപനങ്ങളും ലേബർ എംപിമാരുമായി ബിസിനസ് ഇടപാടുകൾ നടത്താൻ വിസമ്മതിച്ചതോടെ പബ്ബുകൾക്കും മ്യൂസിക് വേദികൾക്കും ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ച് പ്രശ്നത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഹൈസ്ട്രീറ്റിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന വികാരം പൊതുജനങ്ങൾക്ക് റീഫോം UKക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനകരമാകുമെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഗോർട്ടൺ ആൻഡ് ഡെന്റൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ നടത്തിയ ആദ്യ അഭിപ്രായ സർവേയിൽ റീഫോം UK നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പറയുന്നത്. ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് അറിയില്ല എന്ന അഭിപ്രായക്കാരെ ഒഴിച്ചു നിർത്തിയാൽ ഫൈൻഡ് ഔട്ട് നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ 36% പേർ നൈജൽ ഫരാജിന്റെ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ 33% പേരായിരുന്നു ലേബർ പാർട്ടിയെ പിന്തുണച്ചത്. ഇടതുപക്ഷ വോട്ടുകൾ ഇപ്പോഴും ഏറ്റവും അധികം ആകർഷിക്കാൻ കഴിയുന്നത് ലേബർ പാർട്ടിക്ക് തന്നെയാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് 21% വോട്ടുകളോടെ ഗ്രീൻസ് ഏറെ പിറകിലാണ്. തീർച്ചയായും കീർ സ്റ്റാർമറിന് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണിത്. അതേസമയം ഫെബ്രുവരി 26 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാഞ്ചസ്റ്റർ മേയറെ വിലക്കിയ പ്രധാനമന്ത്രിയുടെ നടപടിയും അഭിപ്രായ സർവേയിൽ പരാമർശ വിഷയമായി. ആൻഡി ബെൻഹാമായിരുന്നു ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ 46% വോട്ടുകൾ അദ്ദേഹം നേടുമായിരുന്നു എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. റിഫോമിന്റെ വോട്ടുകൾ 27% ചുരുങ്ങുകയും ചെയ്തേനെ. GB ന്യൂസിലെ അവതാരകൻ മാറ്റ് ഗുഡിനാണ് തെരഞ്ഞെടുപ്പിൽ റിഫോം UKയുടെ മറ്റൊരു സ്ഥാനാർത്ഥി. മറ്റു പാർട്ടികൾ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. യുവ ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടം കുറയ്ക്കാൻ ഗ്രാജുവേറ്റഡ് ഡ്രൈവർ ലൈസൻസിംഗ് സംവിധാനം വരുന്നു. വടക്കൻ അയർലൻഡിൽ പരീക്ഷിച്ച് വിജയിച്ച രീതിയാണിത്. ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളിലൂടെ 17 മുതൽ 23 വരെ വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് പഠനവും ലൈസൻസ് നേടുന്നതിനുള്ള രീതിയിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാകും.
കഴിഞ്ഞ 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ലൈസൻസിംഗ് പരിഷ്കാരമാണിതെന്ന് ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രി ലിസ് കിമ്മിൻസ് വ്യക്തമാക്കി. 2024 17 മുതൽ 23 വയസ്സുകാരാൽ ഉണ്ടായ അപകടങ്ങളിൽ 164 പേർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. പുതിയ ചട്ടങ്ങൾ പ്രകാരം പ്രൊവിഷണൽ ലൈസൻസ് ലഭിച്ചതിനു ശേഷം കുറഞ്ഞത് 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനാവൂ. ഇതിനിടെ 14 പരിശീലന മൊഡ്യൂളുകൾ പൂർത്തിയാവുകയും അത് അംഗീകൃത ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെ സൂപ്പർവൈസർ സാക്ഷ്യപ്പെടുത്തുകയും വേണം. ടെസ്റ്റ് പാസ്സായ ശേഷം 24 മാസം വരെ ആർ പ്ലേറ്റ് നിർബന്ധമാക്കും. ആദ്യ 6 മാസത്തിന് പ്രത്യേക നിറത്തിലുള്ള ആർ പ്ലേറ്റ് ആയിരിക്കും. ടെസ്റ്റ് പാസ്സായതിന് ആദ്യ 6 മാസം രാത്രി 11 മുതൽ രാവിലെ 6 വരെ 14 മുതൽ 20 വയസ്സ് വരെയുള്ള ഒരേയൊരു യാത്രക്കാരനെ മാത്രമേ വാഹനത്തിൽ അനുവദിക്കൂ. കുടുംബാംഗങ്ങളെ ഒഴിവാക്കിയാണ് ഈ കണക്ക്. നിയമലംഘനങ്ങൾക്ക് 3 പെനാൽറ്റി പോയിന്റ് അല്ലെങ്കിൽ 1000 പൗണ്ട് വരെ പിഴയിടാക്കും. ചില ഇളവുകളും പുതിയ നിയമത്തിലുണ്ട്. അംഗീകൃത ഇൻസ്ട്രക്ടറോടൊപ്പം ലേണർ ഡ്രൈവർമാർക്ക് മോട്ടോർവേയിൽ ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് പാസ്സായ ശേഷം വേഗപരിധിയിൽ മോട്ടോർവേയിൽ പോകാനും അനുമതിയുണ്ട്. എന്നാൽ ചിലർ ലൈസൻസ് കാലതാമസം നേരിടുമെന്ന ആശങ്ക പങ്കുവച്ചു. എന്നാൽ സുരക്ഷയ്ക്ക് പുതിയ മാറ്റം നല്ലതാണെന്ന അഭിപ്രായവുമുണ്ട്. യുടെ വിവിധ ഭാഗങ്ങളിലും അധികം താമസിക്കാതെ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആണവ പദ്ധതി നിയന്ത്രിക്കുന്ന കരാറിന് തയ്യാറായില്ല എങ്കിൽ ജൂണിൽ നടത്തിയ ആക്രമണത്തെക്കാൾ ഭീകരമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം നടത്തിയിരുന്നു. നാവികസേനാ സമൂഹം ഇറാനിലേക്ക് നീങ്ങുകയാണെന്നും വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ നാവികസേനയ്ക്ക് വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണാണ് നേതൃത്വം നൽകുന്നതെന്നും ആവശ്യമെങ്കിൽ വേഗത്തിലും ശക്തിയോടെയും ദൗത്യം നിറവേറ്റാൻ സന്നദ്ധവും സജ്ജവുമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ വേഗത്തിൽ ചർച്ചാമേശയിലേക്ക് എത്തി നീതിയുക്തവും സമവായപരവുമായ കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എല്ലാ പക്ഷങ്ങൾക്കും ഗുണകരമായിരിക്കും കരാറെന്നും ഇക്കാര്യത്തിൽ നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ജൂണിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നിരവധി ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണത്തെക്കാൾ ശക്തമായ നടപടിയിലേക്ക് അമേരിക്ക കടക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിമാനവാഹിനി കപ്പലും 3 ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്ന USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി യുദ്ധസംഘം ഇറാനും അതിനോട് ചേർന്ന ജലപ്രദേശങ്ങളും ഉൾപ്പെടുന്ന US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പരിധിയിൽ പ്രവേശിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘം അന്തിമമായി വിന്യസിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. പരസ്പര ബഹുമാനത്തെയും താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സംവാദത്തിന് തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ അമിത സമ്മർദ്ദം ചെലുത്തിയാൽ തങ്ങൾ സ്വയം പ്രതിരോധിക്കുകയും ഇതുവരെ കാണാത്ത വിധം പ്രതികരിക്കുകയും ചെയ്യുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇറാന്റെ ദൗത്യ സംഘം സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും US നടത്തിയ യുദ്ധങ്ങളിൽ $7 ട്രില്യൺ പാഴാക്കുകയും 7000-ലധികം അമേരിക്കൻ ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തുവെന്നും ഇറാൻ ദൗത്യം ചൂണ്ടിക്കാട്ടി. ഏത് ആക്രമണത്തിനും തങ്ങൾ സജ്ജമാണെന്ന് ഇറാന്റെ സൈനിക മേധാവി ബുധനാഴ്ച അറിയിച്ചു. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മിഡിൽ ഈസ്റ്റിൽ നിരവധി ദിവസങ്ങൾ നീളുന്ന വ്യോമസേനാഭ്യാസം നടത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി യുദ്ധസംഘം മിഡിൽ ഈസ്റ്റിലെത്തിയതായി അറിയിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഈ പ്രഖ്യാപനം. ഇതോടെ മേഖലയിൽ അമേരിക്കയുടെ സൈനിക ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അഭ്യാസം മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധവിമാന ശക്തി വർദ്ധിപ്പിക്കാനും വ്യാപിക്കാനും നിലനിർത്താനും കഴിയുന്ന അമേരിക്കയുടെ ശേഷി തെളിയിക്കുന്നതായിരിക്കുമെന്ന് മേഖലയിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന US സെൻട്രൽ കമാൻഡിന്റെ വ്യോമസേനാ വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. അഭ്യാസം ആരംഭിക്കുന്ന തീയതിയോ കൃത്യമായ സ്ഥലമോ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് 6000-ലധികം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ 17,000-ലധികം മരണങ്ങൾ കൂടി സംഭവിച്ചതായി കരുതുന്നതായും അക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും സംഘടന അറിയിച്ചു. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക സൈനികമായി ഇടപെടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല രാജ്യത്തെ സ്ഥാപനങ്ങൾ കയ്യേറാൻ ട്രംപ് ഇറാനികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ മാസം ആദ്യം സൈനികാക്രമണത്തിന് ഉത്തരവിടുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറി. വാഷിംഗ്ടണിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തെഹ്റാൻ 8000-ലധികം വധശിക്ഷകൾ നിർത്തിവെച്ചതായി അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസയുടെ ഔദ്യോഗിക സർക്കാർ രേഖകൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്ത നടപടി വിവാദത്തിൽ. സിസയുടെ താൽക്കാലിക മേധാവി മധു ഗോട്ട്മുക്കലയാണ് സ്വകാര്യ രേഖകൾ AI പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. സിസയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇന്ത്യൻ വംശജനായ മധു ഗോട്ട്മുക്കല. സംഭവം സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നാണ് US സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം. പൊതുജനങ്ങൾക്ക് ലഭ്യമായ ChatGPTയിൽ നൽകുന്ന വിവരങ്ങൾ OpenAI എന്ന കമ്പനിയുമായി പങ്കുവയ്ക്കപ്പെടുമെന്നതിനാൽ മറ്റു ഉപഭോക്താക്കൾക്ക് മറുപടി നൽകുന്നതിന് ഈ വിവരങ്ങൾ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. വിവരങ്ങൾ ഫെഡറൽ നെറ്റ്വർക്കിനുള്ളിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന DHS ചാറ്റ് പോലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിരുന്നപ്പോഴാണ് ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത്. അപ്ലോഡ് ചെയ്യപ്പെട്ട രേഖകൾ രഹസ്യ സ്വഭാവമുള്ളവയുടെ വിഭാഗത്തിൽപ്പെട്ടതല്ല എങ്കിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പാടില്ലാത്ത ഔദ്യോഗിക ആവശ്യത്തിന് മാത്രമെന്ന വിഭാഗത്തിലുള്ള ഗവൺമെന്റ് കരാർ രേഖകളാണ്. DHS ജീവനക്കാർക്ക് ChatGPT ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ChatGPT ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി ഗോട്ടുമുക്കല സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി സിസ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയങ്ങൾക്ക് അനുസൃതമായാണ് നടപടിയെന്ന് സിസയുടെ പബ്ലിക് അഫയേഴ്സ് ഡയറക്ടർ മാർസി മക്കാർത്തി വിശദീകരിച്ചു. DHSന്റെ കൃത്യമായ നിയന്ത്രണങ്ങളോടെ പരിമിതമായ രീതിയിലാണ് മധു ഗോട്ടുമുക്കല ChatGPT ഉപയോഗിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയുടെ തലപ്പത്തു നിന്നുണ്ടായ നടപടി ഗൗരവതരമായ ഒന്നാണെന്ന് സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നു.
ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.27 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.97 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.24 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.38 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.03 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. കഴിഞ്ഞ വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക നില വിശകലനം ചെയ്യുന്ന നിർണായക രേഖയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കണ്ടു. ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുള്ള പ്രസംഗത്തിൽ അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചും രാഷ്ട്രപതി പരാമർശിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെ പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. പഴയ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന വാക്കുകൾ പ്രസംഗത്തിൽ രാഷ്ട്രപതി ഉദ്ധരിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തുന്ന സേവനങ്ങൾ പരാമർശിച്ചാണ് രാഷ്ട്രപതി പ്രസംഗം അവസാനിപ്പിച്ചത്. വിമാനാപകടത്തിൽ മരണമടഞ്ഞ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബാരാമതിയിൽ നടന്നു. അജിത് പവാറിന്റെ ഭൗതിക ശരീരം രാവിലെ 7 മണിയോടെ കത്തേവാടിയിലെ വീട്ടിലെത്തിച്ചു. ഇവിടെ 1 മണിക്കൂർ പൊതുദർശനം നടന്നു. തുടർന്ന് ഇവിടെ നിന്ന് വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാപ്രതിഷ്ഠാൻ കോളേജിൽ എത്തിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ DTC അന്വേഷണം പുരോഗമിക്കുന്നു. വിമാനം വാടകയ്ക്ക് നൽകിയ VSSR കമ്പനി ഓഫീസിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അപകടത്തെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിലെ ATC പ്രവർത്തനങ്ങൾ താൽക്കാലികമായി വ്യോമസേന ഏറ്റെടുക്കും. നിലവിൽ ഇവിടെയുള്ളവർക്ക് പരിശീലനം നൽകും. മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഇന്നലെ രാവിലെയാണ് മഹാരാഷ്ട്രയിൽ ബാരാമതിയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ അജിത് പവാറിന്റെ അന്ത്യമുണ്ടായത്. അജിത് പവാർ സഞ്ചരിച്ച വിമാനം ബാരാമതി വിമാനത്താവളത്തിനടുത്ത് തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. അജിത് പവാർ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും തൽക്ഷണം മരിച്ചു. പൈലറ്റിന് റൺവേ കൃത്യമായി കാണാൻ കഴിയാതെ പോയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്നാണ് വ്യോമസേന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ 8:10 മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് അജിത് പവാറും സംഘവും പുറപ്പെട്ടത്. അജിത് പവാറിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനായ വിദിത് ജാദവ്, പൈലറ്റുമാരായ സുമിത് കപൂർ, സാംഭവി പഥക്, ഫ്ലൈറ്റ് അസിസ്റ്റന്റ് പിങ്കി മാലി എന്നിവരായിരുന്നു ലിയർ ജെറ്റ് 45 എന്ന വിമാനത്തിലുണ്ടായിരുന്നത്. കർഷക റാലി അടക്കം ബാരാമതിയിൽ 4 പരിപാടികളിൽ പൂനെ ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതായിരുന്നു അജിത് പവാറിന്റെ യാത്രാ പദ്ധതി. 8:50 വിമാനത്തിന്റെ ലാൻഡിംഗ് നിശ്ചയിച്ചിരുന്നത്. താഴ്ന്ന വിമാനം റൺവേ തൊടുന്നതിന് മുൻപ് തകർന്നു വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീപിടിച്ച വിമാനത്തിൽ 2-3 തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അരമണിക്കൂറോളം വിമാനം കത്തി. തുടർന്നാണ് ഫയർഫോഴ്സിന് പോലും അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. എല്ലാവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ അന്വേഷണം തുടരുന്നു. അന്വേഷണ സംഘം ദില്ലിയിലെ VSR വിമാന കമ്പനി അധികൃതരെ ചോദ്യം ചെയ്തു. ദില്ലി മഹിപാൽപൂരിലെ ഓഫീസിലെ ജീവനക്കാരെയാണ് ചോദ്യം ചെയ്തത്. VSR കമ്പനി ഓഫീസിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു. രോഹിത് സിംഗ്, വിജയകുമാർ സിംഗ് എന്നിവരാണ് കമ്പനി ഡയറക്ടർമാർ. കമ്പനി വിവിധ നഗരങ്ങളിലായി 18 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഇന്നലെയാണ് മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്കുള്ള യാത്രക്കിടെ വിമാനം തകർന്നു വീണ അജിത് കുമാറും വിമാനത്തിൽ ഉണ്ടായിരുന്നവരും കൊല്ലപ്പെടുന്നത്. അതേസമയം ബാരാമതിയിലെ അപകട സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. ഇന്നലെ ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം സമർപ്പിച്ചേക്കും. അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബാരാമതിയിൽ നടക്കും. അജിത് പവാറിന്റെ ഭൗതിക ശരീരം കത്തേവാടിയിലെ വീട്ടിലെത്തി. ഇവിടെ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് ഇവിടെ നിന്ന് വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാപ്രതിഷ്ഠാൻ കോളേജിൽ എത്തിക്കും. രാവിലെ 11-നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപകടത്തെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിലെ ATC പ്രവർത്തനങ്ങൾ താൽക്കാലികമായി വ്യോമസേന ഏറ്റെടുക്കും. നിലവിൽ ഇവിടെയുള്ളവർക്ക് പരിശീലനം നൽകും. മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഇന്നലെ രാവിലെയാണ് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ അജിത് പവാറിന്റെ അന്ത്യമുണ്ടായത്. അജിത് പവാർ സഞ്ചരിച്ച വിമാനം ബാരാമതി വിമാനത്താവളത്തിനടുത്ത് തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. അജിത് പവാർ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും തൽക്ഷണം മരിച്ചു. പൈലറ്റിന് റൺവേ കൃത്യമായി കാണാൻ കഴിയാതെ പോയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്നാണ് വ്യോമസേനാ മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കിയത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്ര അവഗണനകൾക്കിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക ചിലവഴിക്കുന്ന രീതിയിലാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബജറ്റിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ച് മന്ത്രി KN ബാലഗോപാൽ.
കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ നീക്കമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. DA കുടിശ്ശിക 3 മാസത്തിനകം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടിശ്ശികയുള്ള മുഴുവൻ തുകയും DAയും നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യും. ബാക്കിയുള്ള കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. DA അല്ലെങ്കിൽ DR കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തന്നെ കുടിശ്ശികകൾ ാവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുമെന്നും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. കൃത്യമായ ആസൂത്രണത്തിലൂടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് VD സതീശൻ പറഞ്ഞു. അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറുമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വാസ്യത തീരെയില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും കേരളത്തിലെ മോശം പദ്ധതി ചെലവ് നടപ്പാക്കിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പദ്ധതി ചെലവ് പരിതാപകരമായ അവസ്ഥയിലാണ്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറികളിൽ നിന്ന് മാറിയെടുക്കാൻ കഴിയില്ല. ഇത്തരമൊരു ഖജനാവ് വെച്ചാണ് ഗീർവാണ പ്രസംഗം നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായും പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണിത്. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോശം പദ്ധതി ചെലവ് നടത്തിയ വർഷമാണ് കഴിഞ്ഞുപോയത്. കേരളത്തിലെ സാമ്പത്തിക രംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം ന്യൂ നോർമൽ പ്രയോഗത്തെയും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ബജറ്റിൽ തോന്നിയതുപോലെ പ്രഖ്യാപിക്കുകയും പിന്നീട് നടപ്പാക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച മുഖ്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്ക് VS സെന്റർ സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 20 കോടി രൂപ നീക്കിവെക്കും. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഏടാണ് VS-ന്റെ സമര ജീവിതമെന്നും അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ പോരാട്ടവും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനുമാണ് തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. 2026-27 സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 28.5% വരുന്ന 10,189 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 64,006 കുടുംബങ്ങളിൽ 1,03,099 വ്യക്തികളെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനർഗേഹം പദ്ധതിയിൽ 3,408 വീടുകൾ നൽകി. ലൈഫ് പദ്ധതിയിലൂടെ 4,81,935 കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരത്തിനായി ഇരു ടീമുകളും വ്യാഴാഴ്ച തിരുവനന്തപുരത്തെത്തും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസണിന്റെ സാന്നിധ്യം ആരാധകർക്ക് ആവേശം പകരുമെന്ന് ഉറപ്പ്. പരമ്പരയിൽ നിലവിൽ ഇന്ത്യ മുന്നിലാണ്. ബുധനാഴ്ച 4ാം മത്സരം നടക്കും. വൈകിട്ട് 5 മണിയോടെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലെത്തുന്ന താരങ്ങളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ D അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി സ്വീകരിക്കും. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം കനത്ത സുരക്ഷാ വലയത്തിൽ താരങ്ങളെ താമസ സ്ഥലത്തേക്ക് എത്തിക്കും. ഇന്ത്യൻ ടീമിനായി കോവളത്തെ ലീല റാവിസ് ഹോട്ടലിലും ന്യൂസിലൻഡ് ടീമിനായി ഹയാത്ത് റീജൻസിയിലുമാണ് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മത്സരത്തോടനുബന്ധിച്ച് വിമാനത്താവളം, ഹോട്ടലുകൾ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ലോകകപ്പിന് മുന്നോടിയായുള്ള നിർണായക മത്സരത്തിന്റെ വേദി. തിരുവനന്തപുരത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ. മത്സരം സുഗമമായി നടത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. സഞ്ജുവിന്റെ സാന്നിധ്യവും ലോകകപ്പ് മുന്നൊരുക്കങ്ങളും മത്സരത്തിന്റെ മാറ്റുകൂട്ടുമെന്ന് KCA ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കാനുള്ള കീർ സ്റ്റാർമറുടെ ശ്രമം തിരിച്ചടിക്കുന്നു. മേയർ ആന്റി ബെൻഹാമിനെ MP ആയി മത്സരിപ്പിക്കുന്നതിൽ നിന്നും വിലക്കിയത് കീർ സ്റ്റാർമറുടെ കസേര സംരക്ഷിക്കാൻ. അവസരം മുതലാക്കി ആഞ്ചല റെയ്നർ നേതൃത്വം പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് സൂചന. ബെൻഹാമിനെ തടഞ്ഞതോടെ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ ലേബർ. പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാക്കിയത് ബെൻഹാമിന്റെ വരവ് സ്റ്റാർമർ തടഞ്ഞത്. പുതിയ വൈറസ് വ്യാപനത്തിൽ ആശങ്കയോടെ ലോകാരോഗ്യ രംഗം. രോഗം പിടിപെട്ട 2/3 പേരും മരിക്കാൻ ഇടയാക്കും. നിപ്പ വൈറസ് ബാധ ആരംഭിക്കുന്നത് സാധാരണ ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളോടെ. പുതിയ വൈറസ് വ്യാപനം മസ്തിഷ്ക വീക്കത്തിനും കാരണം. രോഗവ്യാപനമുള്ളിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പുമായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. ലേബർ പാർട്ടി തകർന്നടിയുമെന്ന് മുന്നറിയിപ്പ്. ലേബർ പാർട്ടി തകർന്നടിയുന്നതിന് കാരണം ഹൈ സ്ട്രീറ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യക്ഷമമായി പരിഹരിക്കാത്തത്. ഒറിജിനൽ ഫാക്ടറി ഷോപ്പ്, ഫാഷൻ ബ്രാൻഡായ LK ബെന്നറ്റ്, ജ്വല്ലറി വ്യാപാരികളായ ക്ലയേഴ്സ്, ആക്സസറീസ് എന്നിവ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. പുതിയതായി തൊഴിൽ നഷ്ടപ്പെടുന്നത് 2,460 പേർക്ക്. ഹൈസ്ട്രീറ്റിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന വികാരം പൊതുജനങ്ങൾക്ക് റീഫോം UKക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനമാകുമെന്നും സൂചന. മിഡിൽ ഈസ്റ്റിലെ വ്യോമസേനാഭ്യാസവുമായി അമേരിക്ക. വ്യോമസേനാഭ്യാസം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ
അഭ്യാസം മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധവിമാന ശക്തി വിന്യസിക്കാനും വ്യാപിപ്പിക്കാനും നിലനിർത്താനും കഴിയുന്ന അമേരിക്കയുടെ ശേഷി തെളിയിക്കുന്നതായിരിക്കുമെന്ന് US സെൻട്രൽ കമാൻഡിന്റെ വ്യോമസേനാ വിഭാഗം. അമേരിക്കൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസയുടെ ഔദ്യോഗിക സർക്കാർ രേഖകൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്ത നടപടി വിവാദത്തിൽ. സ്വകാര്യ രേഖകൾ AI പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് സിസയുടെ താൽക്കാലിക മേധാവി ഇന്ത്യൻ വംശജനായ മധു ഗോട്ടുമുക്കല. സംഭവം സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് US സുരക്ഷാ ഏജൻസികൾ. ChatGPTയിൽ നൽകുന്ന വിവരങ്ങൾ മറ്റു ഉപഭോക്താക്കൾക്ക് മറുപടി നൽകുന്നതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്ക. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2025-26 സാമ്പത്തിക വർഷത്തിലെ രാജ്യം 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ടിൽ വിവരം. ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത് ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ. അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. തൊഴിലുറപ്പ് പദ്ധതി പഴയത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ DGCA അന്വേഷണം പുരോഗമിക്കുന്നു. അപകടത്തെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിലെ ATC പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഏറ്റെടുത്ത് വ്യോമസേന. അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബാരാമതിയിൽ നടന്നു. രാവിലെ 7 മണിയോടെ കത്തേവാടിയിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം വിദ്യാപ്രതിഷ്ഠാൻ കോളേജിലെത്തിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി. ബാരാമതിയിലെ അപകട സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്ര അവഗണനകൾക്കിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക ചെലവഴിക്കുന്ന രീതിയിൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം നടത്തി മന്ത്രി. DA കുടിശ്ശിക 3 മാസത്തിനകം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി. ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ചവെറ്റ് കിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും മുന്നറിയിപ്പ്. അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറും ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും വാദം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.